KCV News 8, Kerala Digital Media 8 Vision Network. നമസ്കാരം, KCV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നേരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. ഈ ഗവൺമെന്റിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഈ നടപടി അതിലേക്ക് നിങ്ങളുടെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെൻറ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA-മാർ, ആ 2 MLA-മാർക്കെതിരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതാണ് ഒരു MLA-ക്ക് നേരെ വരുന്നത്. 2 MLA-മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLA-മാർ രാജിവെച്ച് പോയാൽ തീർച്ചയായും 3ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള 2 MLA-മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ 3ാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ്. MLA-മാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ശരിയായ നില സ്വീകരിക്കും. നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം. ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആരും ശ്രമിക്കരുത്. ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് MLA-മാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് 2 ഇത് 3ാമത്തെ പ്രശ്നമാണല്ലോ. 2 രാജിവെക്കലോടുകൂടി 3ാമത്തെ രാജിവെക്കേണ്ടി വരും. അതാണ് നിങ്ങൾ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ MLA-മാർക്കും ഒരേ നിയമമാണ്, ഒരേ കാര്യമാണ് ബാധകം.